ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട മഹാരാഷ്ട്രയിലെ NDA സഖ്യം, പ്രത്യേകിച്ച് ബി ജെ പിയെ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഫട്നാവിസ് രാജിവെക്കുന്ന ഒരു കാഴ്ചയെ നാം കണ്ടു. പിന്നീട് RSS ഹെഡ്ക്വാർട്ടേഴ്സ് 2 തവണ വിളിച്ചു വരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ BJP അവരുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ഒരു വലിയ പ്രവർത്തനവുമായി മുൻപോട്ട് പോവുകയാണ്. പുതിയതായിട്ടുള്ള വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം 288 അംഗ നിയമസഭയിൽ 160 സീറ്റുകളിൽ സഖ്യമാണെങ്കിൽ BJP മത്സരിക്കും. സഖ്യമല്ല എങ്കിൽ എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുക. ഒപ്പം റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള ചെറിയ പാർട്ടികൾക്ക് ചില സീറ്റുകൾ വിട്ടു നൽകിയേക്കും. അതായത് ബഹുഭൂരിപക്ഷം സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരു തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് BJP പോകുന്നത്. സഖ്യമാണെങ്കിൽ 160 സീറ്റുകളിൽ മത്സരിക്കുമെന്നും BJP പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒക്ടോബറിലോ സെപ്റ്റംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. BJPയുടെ ഈ ഒരു നീക്കവും പ്രഖ്യാപനവുമെല്ലാം BJPയുടെ ഒപ്പമുള്ള ഘടകകക്ഷിയായ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും ഒപ്പം തന്നെ അജിത് പവാറിൻ്റെ ശിവസേനയ്ക്കും വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. കാരണം 160 സീറ്റിലേക്ക് മത്സരിക്കുമെന്ന് BJP നേരത്തെ തന്നെ പറയുമ്പോൾ BJP ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഖ്യകക്ഷികളായ ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിനും അത് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കിയെടുക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു പോകാൻ വേറെ വഴികളില്ല. ഇത് BJPക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ അജിത് പവാറിന് ശരത് പവാറിൻ്റെ കൂടെ ചേരുവാൻ കഴിയും, പക്ഷെ പഴയ ആ ഒരു പവർ അജിത് പവാറിന് കിട്ടുകയുമില്ല. ഷിൻഡെയെ സംബന്ധിച്ച് ഈ ശരത് പവാറും ഉദ്ധവും നയിക്കുന്ന ശിവസേനയിലേക്ക് മടങ്ങിപ്പോവുകയും പ്രയാസകരമാണ്. ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്ന MLC തെരഞ്ഞെടുപ്പിൽ BJP നിർത്തിയ 5 സ്ഥാനാർത്ഥികളും വിജയിച്ചത് അവർക്ക് കുറച്ചുകൂടി ഊർജ്ജം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിനിടയിൽ RSSൻ്റെ ഒരു ഇടപെടൽ നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഉദ്ധവിൻ്റെ ശിവസേനയും BJPയും ഒന്നിക്കുമോ, അല്ലെങ്കിൽ ആ പഴയ സഖ്യം തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങളുണ്ട്. മഹാരാഷ്ട്ര ആയതുകൊണ്ട് അനുദിനം മാറി മറിയുന്ന രാഷ്ട്രീയ ട്വിസ്റ്റാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.